ഇപ്പൊ വിഷു ഒക്കെയാണ്. വിഷു ഒക്കെ ആയിട്ട് എന്താണ് പരിപാടിയൊക്കെ? വിഷു ഇപ്പോൾ പുതിയ പടം റിലീസല്ലേ, മധുവിധു. ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. 17-ാം തീയതിയാണ് റിലീസ്. വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വിഷുവിൻ്റെ അവധി ഇപ്പോൾ എന്തായാലും അല്ലേ, അവധിയല്ലേ, അവധിക്കാലമല്ലേ. അപ്പം ഒരാഘോഷിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ഒരു നല്ല പടം, അടിപൊളി പടം. എന്താ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് എൻ്റെ പറയുമോ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഷറഫാണല്ലോ ഹീറോ. ഷറഫും കല്യാണി, അതായത് ബിന്ദു പണിക്കർ ചേച്ചിയുടെ മോളാണ് നായിക. അപ്പോൾ ഷറഫിൻ്റെ ചിറ്റപ്പൻ, അതായത് ജഗദീഷ് ചേട്ടനാണ് എൻ്റെ ചേട്ടൻ, ഷറഫിൻ്റെ അച്ഛനാണ്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ അനുജനായിട്ട്, അതായത് ഷറഫിൻ്റെ ചിറ്റപ്പനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് ഷറഫിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, അതറിയാം മധുവിധു എന്ന് അറിയാമല്ലോ, കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരു, അപ്പോൾ അവൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് ഹ്യൂമറും, മെയിൻ ഹ്യൂമറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഈ പടം കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്കും കൂടെ കല്യാണം കഴിക്കാൻ തോന്നുന്നു. കല്യാണം കഴിക്കാൻ തോന്നും. കല്യാണം കഴിക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരു, അതായത് ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ വാഴ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയൊരു ഗംഭീര സിനിമയാണ്. ഇപ്പോൾ റിലേറ്റബിൾ ആണ്. റിലേറ്റബിൾ ആണ്. പക്ഷേ ഇത് ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം മേലെപ്പറമ്പിലാൻ വീട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ജോണർ, ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഫാസിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ കോമഡി ഷോകളിലൂടെയൊക്കെ വരുന്നു, ഹാസ്യം ക്യാരക്ടേഴ്സ്, കോമഡി ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. പിന്നീട് കുറേ സീരിയസ് റോൾസ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് നമ്മുടെ അഭിമാനമായിട്ടൊരു പാർട്ടായിട്ട് മാറുന്നു. ആ ഒരു യാത്രയെ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ? അല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ തുടക്കകാലം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ പല ചാനലുകളും ഉണ്ട്. അതിലുപരി ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കലാകാരെ മറ്റുള്ള ആൾക്കാരെ എത്തിക്കാൻ എന്തെങ്കിലും ഇപ്പോൾ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിലൊരു ചാനൽ തുടങ്ങിയാൽ തന്നെ ഇപ്പോൾ സിനിമയിലുള്ള എല്ലാ പയ്യന്മാരും ഇപ്പോഴത്തെ റീൽസിൽ നിന്ന് വന്ന് ഗംഭീര ആക്ടർ അല്ലേ, അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ചാനലൊക്കെ തന്നെയാണ്, ഫ്ലവേഴ്സ് പോലത്തെ ചാനൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്കിറ്റ് ചെയ്യാനും ആ സ്കിറ്റ് ജനങ്ങൾ അംഗീകരിക്കാനും, ആ സ്കിറ്റ് കൊള്ളില്ലെങ്കിൽ അത് പച്ചയ്ക്ക് പറയുവാനും, റിയാക്ഷൻ അപ്പം കിട്ടും, സ്പോട്ടിൽ കിട്ടും. അത് കേട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. പക്ഷെ നമ്മുടെ സ്കിറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതാണ്. പക്ഷെ ഇപ്പോഴത്തെ റീൽസിൽ, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ റീൽസിലെ അവരുടെ ചില ഹ്യൂമർ കൗണ്ടർ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർ ഭയങ്കര ചിരിയാണ്. എൻ്റെ മോളൊക്കെ കിടന്ന് ഭയങ്കര ചിരിയാണ് അവരുടെ ആ ഇത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കും ഇതെന്താ മക്കളെ എന്ന് പറയും. കാരണം അവർ ഇപ്പോഴത്തെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഡിജിറ്റൽ കോമഡി തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ കോമഡിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെ കോമഡി ചെയ്താൽ ഏക്കില്ല എന്ന് പേടിച്ചോണ്ടായിരിക്കും ഈ പറഞ്ഞില്ല സീരീസ് എന്ന് പറഞ്ഞില്ലേ, സീരീസിലോട്ട് അങ്ങ് കടട്ടത്. അങ്ങനൊന്നുമില്ല. ഇപ്പൊ മധുവിധു കോമഡിയാണ്. പക്ഷെ അത് സത്യം പറഞ്ഞില്ലേ, ഭയമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഹ്യൂമറൊക്കെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം ഞങ്ങൾക്ക് പൊതുവേ ഉണ്ട്. ഇപ്പം ഞാൻ പണ്ട് സുരാജേട്ടൻ്റെ അടുത്ത് പറയും, സുരാണ്ണൻ കുറേ സീരീസ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സുരാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അണ്ണൻ്റെ ഹ്യൂമർ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞിട്ട് ആ പേടിയാവണത്, ചെയ്യാൻ ഒരു ഭയം. പക്ഷെ പടക്കളം പോലത്തുള്ള സിനിമ ഇപ്പം ഒരു മോഹിനിയാട്ടം വന്ന് സുരാണ്ണൻ സീരിയസ് ആയിട്ട് കോമഡിയാണ് ചെയ്തിരിക്കുന്നത്, ഗംഭീര ക്യാരക്ടറാണ് ചെയ്തത്. പടക്കളത്തിൽ സുരാണ്ണൻ്റെ ഹ്യൂമർ. അപ്പോൾ അത് വന്നപ്പോൾ അംഗീകരിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ജനങ്ങൾ അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പം കോമഡി ചെയ്യുന്നുണ്ട്. അംഗീകരിച്ചാൽ ഓക്കെ, വിജയിക്കും. ഇല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.